ഹലോ ആൾ, എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും ഓക്കെ അല്ലേ? നമ്മുടെ ചാനൽ ഇപ്പോൾ സെയിൽ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷത്തിന് മേലെയാകുന്നു. അതിനിടയിൽ ഒരുപാട് വീഡിയോ ക്ലിപ്പിങ്സ്, അതായത് പർച്ചേസ് ടൈമിൽ നമ്മൾ പോകുമ്പോൾ എടുക്കുന്ന ഒരുപാട് വീഡിയോസ് എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കാറുണ്ട്. അതിലൊന്നാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പിങ്ക് റോസിൻ്റെ വീഡിയോ. നമ്മുടെ നിരവധി വീഡിയോയിൽ ഈ ക്ലിപ്പിങ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകണം. അപ്പോഴൊക്കെയും എനിക്ക് എൻക്വയറീസ് വരാറുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ഒരു ഒറ്റ തവണ, അതായത് നമ്മുടെ രണ്ടാമത്തെ പർച്ചേസിലാണ് ഈ ഒരു വീഡിയോ നമുക്ക് കിട്ടിയത്. ആ ഒരു ടൈം മാത്രമാണ് നമുക്ക് നല്ല ബൾക്കായിട്ട് ഈ പ്ലാന്റ് സെയിലിന് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളത്. എന്നാൽ ഇത്തവണ നമ്മളിത് സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ ഫ്ലവർ കാണുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു പ്ലാന്റിനെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമാണ്, മനഃപൂർവ്വമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു പ്ലാന്റ് നമ്മുടെ ഓറഞ്ച് ഫെയറി റോസ് കോളിളക്കം ഉണ്ടാക്കിയിട്ട് ഇത്തവണ നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ള ഓറഞ്ച് ഫെയറി റോസിൻ്റെ നേരെ പിങ്ക് കളറാണിത്. അതായത് ഇതൊരു ഫെയറി റോസ് ആണെന്ന് ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാകും. ഫെയറി റോസ് എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെറിയ ഇലകളോട് കൂടിയിട്ട് ബഞ്ചസ് ആയിട്ട് പൂക്കളുണ്ടാകുന്ന നല്ല മുള്ളുകളുള്ള റോസുകളാണ്. അപ്പോൾ ഓറഞ്ച് ഓർക്കിഡ് എന്ന് പറഞ്ഞിട്ട് ആദ്യമേ സെയിലിന് ഇട്ടിരുന്ന ഒരു റോസായിരുന്നു ഓറഞ്ച് ഫെയറി റോസ്. ഇപ്പോൾ അത് നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം 10-12 എണ്ണം കൂടെ നമുക്കിപ്പോൾ ഇനി അത് ബാലൻസ് ഉണ്ട്. അതിൻ്റെ പിങ്ക് കളറാണിത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതിൽ നാടൻ ചെടികളുമുണ്ട്, അതുപോലെ ഗ്രാഫ്റ്റിംഗ് പ്ലാന്റ്സും ഉണ്ട്. രണ്ടും സൂപ്പർ ഹെൽത്തിയാണ്. എനിക്ക് തോന്നുന്നത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സിന് കുറച്ചും കൂടി പൊക്കമുണ്ട് എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത് ഫെയറി റോസിൻ്റെ മുന്നെയൊക്കെ പലരും മാർഗോ കോസ്റ്റ് മിനിയേച്ചർ എന്നെല്ലാം പറഞ്ഞ് സെയിലിനിട്ടിരുന്ന സമയത്ത് നമ്മളും അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് മനസ്സിലായി ഇത് ഫെയറി റോസിൻ ഓറഞ്ചിൻ്റെ നേരെ പിങ്ക് കളറാണെന്നുള്ളത്. പിന്നെ ഞാനിതിനെ പിങ്ക് ഫെയറി എന്ന് തന്നെയാണ് പറയാറുള്ളത്. അപ്പോൾ ഫെയറി റോസുകൾ ഒരുപാടുള്ളത് കൊണ്ടും പിങ്ക് ഫെയറി തന്നെ പല തരത്തിലുള്ളത് കൊണ്ടും നമുക്ക് പലപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പേരല്ല അത്. എന്നാലും അങ്ങനെ തന്നെ പറയാനാണ് പറ്റുന്നത്. വേറെ ഐഡിയ ഒന്നും നമുക്കില്ല. ബഞ്ചസ് ആയിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ്. ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണ്. ആദ്യമേ കണ്ടത് നമ്മൾ നാടൻ പ്ലാന്റ്സ് ആണ്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം മെസ്സേജ് ഇടുക. അതുപോലെ നാടൻ, ഗ്രാഫ്റ്റഡ് അങ്ങനെയുള്ള തരംതിരിവുകളൊന്നും നിങ്ങളുടെ മനസ്സിൽ വേണ്ട. രണ്ടും സൂപ്പർ പ്ലാന്റ്സ് ആണ്. രണ്ടും നന്നായിട്ട് ബുഷാകുന്ന വെറൈറ്റിയാണ്. ഈ ഒരു വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് നമ്മുടെ പഴയ കാല പർച്ചേസും കാര്യങ്ങളും അന്നത്തെ ടെൻഷനും ആ ഒരു അനിശ്ചിതാവസ്ഥയും എല്ലാമാണ് ഓർമ്മ വരുന്നത്. ഇന്ന് വളരെ മനസ്സുറപ്പോടുകൂടി കോൺഫിഡൻസോടുകൂടി ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കഴിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അന്നത്തെ പോലെ തന്നെ ഇതേപോലത്തെ തന്നെ സെയിം പ്ലാൻസ് ആണ് നമ്മളിപ്പോഴും സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം മെസ്സേജ് ഇടൂ. അടുത്ത വീഡിയോയിൽ കാണാം. സ്നേഹപൂർവ്വം, ഹാദിയ.